അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഉയർന്നു വന്ന സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളാണ് രാജ്യത്ത് വലിയ ചർച്ചയാകുന്നത്. ഭക്തർ സമർപ്പിച്ച വഴിപാടുകളിൽ ക്രമക്കേട് നടന്നെന്ന ആരോപണത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് എഴുത്തുകാരനും ഡൽഹി സർവകലാശാല അധ്യാപകനുമായ അപൂർവാനന്ദ് ദ വോയറിൽ ഒരു വിവാദ ലേഖനം എഴുതിയത്. പക്ഷേ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം സാമ്പത്തിക അഴിമതിയേക്കാൾ വലുതാണ്. ഈ ക്ഷേത്രം തന്നെ എങ്ങനെയാണ് ഉണ്ടായത്? അതിന്റെ പിന്നിലെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനാകുമോ? ഇതാണ് ലേഖനത്തിന്റെ കേന്ദ്രവാദം. ലേഖകന്റെ അഭിപ്രായത്തിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ക്ഷേത്രത്തിലെ പണത്തിന്റെ കണക്കുകളെ കുറിച്ചാണ്. എന്നാൽ അതിനേക്കാൾ വലിയൊരു ധാർമ്മിക അഴിമതി വർഷങ്ങളായി സമൂഹത്തിൽ നടന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. അദ്ദേഹം പറയുന്നത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതും അതിനു മുമ്പ് നടന്ന രാഷ്ട്രീയ പ്രചാരങ്ങളും മതവികാരം രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിച്ചതും ഒടുവിൽ ക്ഷേത്ര നിർമ്മാണത്തിലേക്ക് നയിച്ച മുഴുവൻ പ്രക്രിയയും സത്യത്തിന്റെയും നീതിയുടെയും അടിസ്ഥാനത്തിലായിരുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ക്ഷേത്രത്തിൽ സാമ്പത്തിക അഴിമതി ആരോപണം ഉയരുമ്പോൾ അത് വെറും ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമായി കാണാൻ കഴിയില്ലെന്നും അതിന് പിന്നിലെ വലിയ ചരിത്രവും രാഷ്ട്രീയവും പരിശോധിക്കണമെന്നും ലേഖകൻ വാദിക്കുന്നു. അദ്ദേഹം മറ്റൊരു കാര്യവും ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ ഭക്തർക്ക് വിശ്വാസത്തിന്റെ കേന്ദ്രങ്ങളാണ്. പക്ഷേ അതേസമയം അവ വലിയ സാമ്പത്തിക സ്ഥാപനങ്ങളാണ്. വഴിപാടുകൾ, സ്വത്ത്, ഭൂമി, സംഭാവനകൾ ഇവയെല്ലാം അധികാരത്തിന്റെയും സാമ്പത്തിക താല്പര്യങ്ങളുടെയും കേന്ദ്രമാകാറുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് ഇന്ന് പുറത്തു വന്ന ആരോപണങ്ങൾ അപ്രതീക്ഷിതമാണെന്ന് കരുതേണ്ടതില്ലെന്നും ഇത്തരമൊരു സംവിധാനത്തിൽ സുതാര്യതയില്ലെങ്കിൽ അഴിമതി സ്വാഭാവികമായി ഉണ്ടാകാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. പിന്നീട് ലേഖനം കൂടുതൽ രാഷ്ട്രീയമാകുന്നു. രാമക്ഷേത്ര പ്രസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മതപ്രചാരണങ്ങളിൽ ഒന്നായിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ പ്രസ്ഥാനത്തിലൂടെ മതവിശ്വാസം രാഷ്ട്രീയ അധികാരത്തിനായി ഉപയോഗിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. മന്ദിർ വഹി ബനായെങ്കെ എന്ന മുദ്രാവാക്യത്തിൽ നിന്ന് ആരംഭിച്ച രഥയാത്രകൾ വരെ ഇതെല്ലാം സമൂഹത്തിൽ വിദ്വേഷവും വിഭജനവും സൃഷ്ടിച്ചുവെന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. ലേഖനത്തിൽ മറ്റൊരു പ്രധാന വിമർശനവുമുണ്ട്. ബാബറി മസ്ജിദ് സ്ഥലത്ത് നടന്ന സംഭവങ്ങളെക്കുറിച്ച് സുപ്രീം കോടതി വിധിയിൽ തന്നെ 1949 വിഗ്രഹം രഹസ്യമായി സ്ഥാപിച്ചതും 1992 പള്ളി പൊളിച്ചതും നിയമവിരുദ്ധ സംഭവങ്ങളാണെന്ന് പരാമർശിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ചോദിക്കുന്നു, അത്തരം സംഭവങ്ങളുടെ മുകളിലുണ്ടായിരുന്ന നിർമ്മിതിയെ വിശുദ്ധതയുടെ പ്രതീകമായി എങ്ങനെ കാണാനാകും? ഇത് ലേഖകന്റെ വ്യക്തിപരമായ ധാർമ്മിക ചോദ്യമാണ്. ഇതിനിടയിൽ മറ്റൊരു ചർച്ചയും നടക്കുകയാണ്. രാമക്ഷേത്ര ട്രസ്റ്റിലെ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച് വിവിധ ആരോപണങ്ങൾ നേരത്തെയും ഉയർന്നിരുന്നു. ഭൂമി ഇടപാടുകൾ, നിർമ്മാണ ചെലവ്, സംഭാവനകൾ എന്നിവയെക്കുറിച്ച് വിവിധ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ സംഭാവന തട്ടിപ്പ് ആരോപണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തുകയാണ്. ആരോപണങ്ങൾ അന്വേഷിക്കുന്ന ഘട്ടത്തിലാണെന്നും അന്തിമ നിഗമനങ്ങൾ ഇനിയും വന്നിട്ടില്ലെന്നും ശ്രദ്ധിക്കേണ്ടതാണ്. അപൂർവാനന്ദിന്റെ ലേഖനം ഒടുവിൽ പറയുന്നത് സാമ്പത്തിക അഴിമതി അന്വേഷിക്കണം, അതിൽ സംശയമില്ല. പക്ഷേ അതിലൊതുങ്ങരുത്. മതത്തെ രാഷ്ട്രീയത്തിനായി ഉപയോഗിച്ചോ, സമൂഹത്തിൽ വിദ്വേഷം വളർത്തിയോ, സത്യത്തെക്കാൾ വികാരത്തിന് പ്രാധാന്യം നൽകിയോ, ഈ ചോദ്യങ്ങളാണ് ഇന്ത്യ ചർച്ച ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ ഇതോടൊപ്പം ഒരു കാര്യം ഓർമ്മിക്കണം. ഈ ലേഖനം ഒരു അഭിപ്രായ ലേഖനമാണ്. ഇതിൽ പല വിലയിരുത്തലുകളും എഴുത്തുകാരന്റെ രാഷ്ട്രീയ ധാർമ്മിക നിലപാടുകളെ പ്രതിഫലിപ്പിക്കുന്നതാണ്. അതേസമയം രാമക്ഷേത്രത്തെ പിന്തുണയ്ക്കുന്നവർ ഈ വാദങ്ങളെ ശക്തമായി എതിർക്കുകയും ക്ഷേത്ര നിർമ്മാണം സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണെന്നും കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ വിശ്വാസത്തിന്റെ പ്രതീകമാണെന്നും വാദിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ വിഷയം മനസ്സിലാക്കുമ്പോൾ വിവിധ കാഴ്ചപ്പാടുകൾ കൂടി കേൾക്കുന്നതാണ് ഏറ്റവും ഉചിതം.